2026 ചന്ദ്രനിൽ ഇറങ്ങാനുള്ള ആർടെമിസ് 3 ദൗത്യത്തിനായി നാസ തയ്യാറെടുക്കുകയാണ്. അപ്പോളോ ദൗത്യത്തിന് ശേഷം മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങാൻ പോകുന്ന ആർടെമിസ് 3 ദൗത്യത്തിൽ പല പുതിയ പദ്ധതികളും ചന്ദ്രനിൽ നടപ്പിലാക്കാൻ നാസ ലക്ഷ്യമിടുന്നുണ്ട്. അത്തരത്തിലൊന്നാണ് ചന്ദ്രനിലെ പ്രകമ്പനം അളക്കുന്നതിനായുള്ള മൂൺ ക്വേക്ക് ഡിറ്റക്ടർ സ്ഥാപിക്കുക എന്നത്. ആർടെമിസ് 3 ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രനിൽ ഇറങ്ങുന്ന ബഹിരാകാശ സഞ്ചാരികളായിരിക്കും ചന്ദ്രന്റെ പരിസ്ഥിതി പ്രദേശങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചലനങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മൂൺ ക്വേക്ക് ഡിറ്റക്ടർ സ്ഥാപിക്കുക. തിരഞ്ഞെടുത്ത ആദ്യത്തെ 3 പേലോഡുകളിൽ ഒന്നാണ് ലുണാർ എൻവയോൺമെന്റ് മോണിറ്ററിംഗ് സ്റ്റേഷൻ അഥവാ LEMS. ഇതിലായിരിക്കും 50 വർഷത്തിന് ശേഷം നടക്കുന്ന ദൗത്യത്തിന്റെ ഭാഗമായ ആളുകൾ ചന്ദ്രനിൽ ഇറങ്ങാൻ പോകുന്നത്. ഈ ബഹിരാകാശ യാത്രികർ ഇറങ്ങുന്ന ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് ചുറ്റുമുള്ള പ്രദേശത്തെ ചലനങ്ങൾ തുടർച്ചയായി നിരീക്ഷിക്കാനും പകൽ സമയത്ത് പ്രവർത്തിക്കാനും പറ്റുന്ന ഒതുക്കമുള്ള സ്വയം പ്രവർത്തിക്കാൻ ശേഷിയുള്ള സിസ്മോമീറ്ററാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. LEMS ചന്ദ്രോപരിതലത്തിൽ കുറഞ്ഞത് 3 മാസവും 2 വർഷവും വരെ പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ചന്ദ്രന്റെ ജിയോഫിസിക്കൽ പ്രവർത്തനങ്ങൾ അളക്കാനും സഹായകമാണ് എന്നാണ് നാസ പറയുന്നത്. അപ്പോളോ ദൗത്യത്തിലാണ് ചന്ദ്രനിൽ ആദ്യമായി സിസ്മോമീറ്ററുകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണം നടത്തിയത്. 1969 മുതൽ 1972 വരെ ഇവ ഉപയോഗിച്ചിട്ടുണ്ട്. ഭൂമിയിലെ സമുദ്രങ്ങളിലെ വേലിയേറ്റങ്ങൾക്ക് കാരണമാകുന്ന അതേ ഗുരുത്വാകർഷണമാണ് ഈ കമ്പനങ്ങൾക്ക് കാരണം. താപനില വ്യതിയാനങ്ങൾ കാരണം ചന്ദ്രന്റെ ഉപരിതലം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുമ്പോഴും ഈ പ്രകമ്പനം ഉണ്ടാവാറുണ്ട്. മുമ്പ് ഉപയോഗിച്ച സിസ്മോമീറ്ററുകൾ ചന്ദ്രന്റെ മധ്യരേഖാ ഭാഗത്തെ പ്രകമ്പന വിവരങ്ങളും അറിയിപ്പുകളുമാണ് നൽകിയിട്ടുള്ളത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്നുള്ള വിവരങ്ങൾ ഇതുവരെയും ലഭിച്ചിരുന്നില്ല. ലുണാർ എൻവയോൺമെന്റ് മോണിറ്ററിംഗ് സ്റ്റേഷൻ എന്ന മൂൺ ക്വേക്ക് ഡിറ്റക്ടർ സ്ഥാപിക്കുന്നതിലൂടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ പ്രകമ്പനങ്ങളും എന്താണെന്ന് അറിയാൻ സാധിക്കുമെന്നാണ് നിഗമനം. ചന്ദ്രനും ഭൂമിക്കുമിടയിലുള്ള ഗുരുത്വാകർഷണ ബലമാണ് പ്രധാനമായും ചന്ദ്രോപരിതലത്തിലെ താപനില മാറ്റങ്ങളാൽ ഭൂകമ്പങ്ങളെ നയിക്കുന്നത്. ഇത് പകൽ സമയത്ത് 250 ഡിഗ്രി ഫാരൻഹീറ്റ് മുതൽ രാത്രി -208 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ വ്യത്യാസപ്പെടുന്നു. ഈ തീവ്രമായ താപനില വ്യതിയാനങ്ങൾ ചൂടായിരിക്കുമ്പോൾ ചന്ദ്രനെ വികസിപ്പിക്കുന്നതിനും തണുപ്പായിരിക്കുമ്പോൾ ചുരുങ്ങുന്നതിനും കാരണമാക്കുന്നു. ലുണാർ എൻവയോൺമെന്റ് മോണിറ്ററിംഗ് സ്റ്റേഷനെ കൂടാതെ സ്പേസ് ലാബ് ടെക്നോളജീസിന്റെ ലുണാർ എഫക്ട് ഓൺ അഗ്രികൾച്ചറൽ ഫ്ലോറ ഇൻസ്ട്രുമെന്റ്, ടോക്കിയോ സർവകലാശാലയിലെയും ജപ്പാൻ സ്പേസ് ഏജൻസിയായ ജാക്സയിലെയും ഗവേഷകരുടെ നേതൃത്വത്തിലുള്ള ലുണാർ ഡ്രൈ ഇലക്ട്രിക് അനലൈസർ ഇൻസ്ട്രുമെന്റുമാണ് ആർടെമിസ് 3 ചന്ദ്രനിലേക്ക് കൊണ്ടുപോകാനിടയുള്ള മറ്റു ഉപകരണങ്ങൾ.